PSCയിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് മലയാളത്തിലെ മുമ്പ് ചോദിച്ചിട്ടുള്ള ഒരു 10 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ചോദ്യത്തിലേക്ക് പോകാം. പൂരണി തദ്ധിതത്തിന് ഉദാഹരണം. ഓപ്ഷൻ എ കള്ളത്തരം, ഓപ്ഷൻ ബി ഒന്നാമൻ, ഓപ്ഷൻ സി മിടുക്കി, ഓപ്ഷൻ ഡി നല്ലവൻ. ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി ഒന്നാമൻ എന്ന് പറയുന്നതാണ് റൈറ്റ് ആൻസർ. പൂരണി തദ്ധിതത്തിന് ഉദാഹരണമാണ് ഈ ബി ഒന്നാമൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താമര പ്ലസ് കുളം ഇവ ചേർത്ത് എഴുതുമ്പോൾ ഏതു സന്ധിയിൽ വരുന്നു? താമര പ്ലസ് കുളം ഇവ ചേർത്ത് എഴുതുമ്പോൾ ഏത് സന്ധിയിൽ വരുന്നു? ഓപ്ഷൻ എ ദ്യുത്തസന്ധി, ഓപ്ഷൻ ബി ലോപസന്ധി, ഓപ്ഷൻ സി ആഗമസന്ധി, ഓപ്ഷൻ ഡി ആദേശസന്ധി. നമുക്കറിയാം താമര പ്ലസ് കുളം ചേർത്ത് എഴുതുമ്പോൾ താമരക്കുളം എന്നാവും. അതായത് ക എന്ന അക്ഷരം ഇക്കയായിട്ട് മാറും. നമുക്കറിയാം രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ കൂടിച്ചേരുമ്പോൾ ഒരു വർണ്ണം ഇരട്ടിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ദ്യുത്തസന്ധി എന്ന് പറയുന്നത്. സോ ഇവിടെ ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. ദ്യുത്തസന്ധി. താമര പ്ലസ് കുളം ഇസ് ഈക്വൽ ടു താമരക്കുളം. അതെന്തിന് ഉദാഹരണമാണ്? ദ്യുത്തസന്ധിക്ക് ഉദാഹരണമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ശരിയായ ഭാഷാപ്രയോഗം തിരഞ്ഞെടുക്കുക. താഴെ തന്നിട്ടുള്ളവയിൽ ശരിയായ തിരഞ്ഞെടുക്കുക. അതാണ് ഓപ്ഷൻ എ. പ്രളയബാധിതരായിട്ട് ഏകദേശം 50ഓളം പേർ ക്യാമ്പുകളിൽ കഴിയുന്നുണ്ട്. ഏകദേശം 50ഓളം പ്രളയബാധിതർ ക്യാമ്പുകളിലായി കഴിയുന്നുണ്ട്. ഓപ്ഷൻ സി. ക്യാമ്പുകളിലെ പ്രളയബാധിതരായി ഏകദേശം 50ഓളം പേർ കഴിയുന്നുണ്ട്. ഓപ്ഷൻ ഡി. ക്യാമ്പുകൾ 50ഓളം പ്രളയബാധിതർ കഴിയുന്നുണ്ട്. ഇവിടെ ശരിയായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ഡി ആണ്. ക്യാമ്പുകളിൽ 50ഓളം പ്രളയബാധിതർ കഴിയുന്നുണ്ട്. കാരണം ഈ ഏകദേശം എന്ന് പറയുമ്പോൾ ഏകദേശം 50ഓളം ആ ഒരു യൂസേജ് തെറ്റാണ്. അതുകൊണ്ടാണ് ബാക്കിയൊക്കെ തെറ്റായിട്ട് വന്നത്. ശരി, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ശ്ലോകത്തിൽ കഴിക്കുക എന്ന ശൈലിയുടെ ആശയം. ഓപ്ഷൻ എ വളരെ സംഗ്രഹിക്കുക, ഓപ്ഷൻ ബി ശ്ലോകം പാടുക, ഓപ്ഷൻ സി ശ്ലോകം തീർക്കുക, ഓപ്ഷൻ ഡി വളരെ വിപുലമായി കാര്യങ്ങൾ ചെയ്യുക. ശ്ലോകത്തിൽ കഴിക്കുക, അത് ചോദിച്ച് മടുത്ത ക്വസ്റ്റ്യനാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം വളരെ സംഗ്രഹിക്കുക എന്നാണ്, അതായത് ചുരുക്കി പറയുക എന്നാണ് ശ്ലോകത്തിൽ കഴിക്കുക എന്നുള്ള അർത്ഥം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. സൂര്യൻ്റെ പര്യായ പദം അല്ലാത്തത് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, ഓപ്ഷൻ എ ആദിത്യൻ, ഓപ്ഷൻ ബി അരുണൻ, ഓപ്ഷൻ സി സോമൻ, ഓപ്ഷൻ ഡി ആര്യമാവ്. ഓപ്ഷൻ സി ആണ്. സോമൻ എന്ന് പറഞ്ഞാൽ ചന്ദ്രനാണ്. ബാക്കി ആദിത്യൻ എന്ന് പറഞ്ഞാലും അരുണൻ എന്ന് പറഞ്ഞാലും ആര്യമാവ് എന്ന് പറഞ്ഞാലും സൂര്യനാണ്. അടുത്ത ക്വസ്റ്റ്യൻ. വെള്ളായപ്പൻ ഏത് കൃതിയിലെ കഥാപാത്രമാണ്? ഓപ്ഷൻ എ കടലരികത്ത്, ഓപ്ഷൻ ബി കടൽ തീരത്ത്, ഓപ്ഷൻ സി കടൽക്കാറ്റത്ത്, ഓപ്ഷൻ ഡി കടൽ കാക്കകൾ. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. കടൽ തീരത്ത് എന്ന കൃതിയിലെ കഥാപാത്രമാണ് വെള്ളായപ്പൻ. അടുത്ത ക്വസ്റ്റ്യൻ. നന്ദനാർ എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ്? പി വി നാരായണൻ നായർ, പി ദാമോദരൻ, പി സി കുട്ടിക്കൃഷ്ണൻ, പി സി ഗോപാലൻ. ഓപ്ഷൻ ഡി പി സി ഗോപാലനാണ് നന്ദനാർ എന്നറിയപ്പെടുന്നത്. ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. നന്ദനാർ എന്ന് പറഞ്ഞാൽ പി സി ഗോപാൽ. അങ്ങനെയാണെങ്കിൽ പി സി കുട്ടിക്കൃഷ്ണൻ ആരാണ്? ഉറൂബാണ് പി സി കുട്ടിക്കൃഷ്ണൻ. പി സി ഗോപാലൻ നന്ദനാർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാരം നേടിയ കൃതി. ഓപ്ഷൻ എ ഉമ്മാച്ചു, ഓപ്ഷൻ ബി ഖസാക്കിൻ്റെ ഇതിഹാസം, ഓപ്ഷൻ സി ഓടക്കുഴൽ, ഓപ്ഷൻ ഡി അഗ്നിസാക്ഷി. ഓപ്ഷൻ സി ഓടക്കുഴൽ. ജി ശങ്കരക്കുറുപ്പിൻ്റെ ഓടക്കുഴലാണ് ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാരം നേടിയ കൃതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. മുതലക്കണ്ണീർ എന്ന ശൈലിയുടെ ഏറ്റവും അനുയോജ്യമായ ഇംഗ്ലീഷ് വിവർത്തനം. ഓപ്ഷൻ എ ക്രോക്കോഡൈൽ ടിയേഴ്സ്, ഓപ്ഷൻ ബി ക്രോക്കോഡൈൽ ടെയിൽസ്, ഓപ്ഷൻ സി ക്രോക്കോഡൈൽ ടെയിൽസ്, ഓപ്ഷൻ ഡി ക്രോക്കോഡൈൽ ടീത്ത്. ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. ക്രോക്കോഡൈൽ ടിയേഴ്സ് എന്ന് പറഞ്ഞാൽ മുതലക്കണ്ണീർ എന്നാണ് അർത്ഥം. അടുത്ത ക്വസ്റ്റ്യൻ. അക്കിലിസിൻ്റെ ഉപ്പൂറ്റി എന്ന ശൈലിയുടെ ശരിയായ ഇംഗ്ലീഷ് വിവർത്തനം. ഓപ്ഷൻ എ അക്കിലീസ് നീസ്, ഓപ്ഷൻ ബി അക്കിലീസ് ഫുട് പ്രിൻറ്റ്, ഓപ്ഷൻ സി അക്കിലീസ് ടോസ്, ഓപ്ഷൻ ഡി അക്കിലീസ് ഹീൽ.
ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. അക്കിലിസ് ഹീൽ അക്കിലിസ് ഹീലാണ് അക്കിലിസിൻ്റെ ഉപ്പൂറ്റി എന്ന ശൈലി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, താങ്ക് യു.